മോഷ്ടാവെന്ന് ആരോപിക്കപ്പെട്ട പാലക്കാട് വാളയാറിൽ മർദ്ദനമേറ്റ് മരിച്ച ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഛത്തീസ്ഗഡ് സ്വദേശി രാം നാരായണനാണ് ഇന്നലെ മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ. ഗോകുൽ വി എസ് വിവരങ്ങളുമായി ചേരുന്നു. ഗോകുൽ, ഛത്തീസ്ഗഡ് സ്വദേശിയാണ്. മോഷണ കുറ്റം ആരോപിച്ചാണ് ഈ നാട്ടുകാർക്ക് ചെയ്തത്. ഈ കണ്ടാലറിയുന്ന ആൾക്കാർക്കെതിരെയൊക്കെയാണോ നടപടി എടുത്തിട്ടുള്ളത്? സാധാരണ ഇത്തരം സംഭവങ്ങളിൽ CCTV ദൃശ്യങ്ങളോ മറ്റോ ലഭ്യമാണോ? അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നോ മർദ്ദനം? എന്താണ് വിശദ വിവരങ്ങൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം നടന്ന സ്ഥലത്താണ്. പാലക്കാട് വാളയാറിനടുത്തുള്ള അട്ടപ്പള്ളത്ത് വെച്ചാണ് രാം നാരായൺ ഇത്തരത്തിൽ മർദ്ദനമേറ്റതും തുടർന്ന് ആശുപത്രിയിലേക്ക് പോയതും ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരിക്കുകയായിരുന്നു. 2 ദിവസം മുൻപ് മിനിയാന്നാണ് ഈ സംഭവം ഉണ്ടായത്. ബുധനാഴ്ച ഏകദേശം ഒരു 2:30 മണിയായപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കവലയിൽ വെച്ച്, അല്ലെങ്കിൽ കവല എന്നൊന്നും പറയാൻ കഴിയില്ല, ചെറിയ ഒരു ഇട റോഡ്, ഇവിടെ രാം നാരായണനെ കാണുകയായിരുന്നു. അത് സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കല്ലും ഒരു വടിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മാനസികമായ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനെ തുടർന്ന് ചില ആളുകൾ ഇവിടെ നിന്ന് അല്പം മാറിയുള്ള ആളുകളാണെന്ന് ആണ് പറയുന്നത്. ആരൊക്കെയാണ് തടഞ്ഞു നിർത്തിയത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഈ പ്രദേശത്ത് സംശയാസ്പദമായിട്ട് പല സ്ഥലങ്ങളിലും പല അന്യ സംസ്ഥാന തൊഴിലാളികളും ഇവിടെ വരുന്ന പതിവുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഇതിൻ്റെ ഒരാഴ്ച മുമ്പ് ഇതുപോലെ കളവിന് പോയതായിട്ടും പല സംശയങ്ങൾ വന്നതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിനെ കണ്ടപ്പം ഒരു കള്ളന്റെ ഒരു ലക്ഷം സ്വന്തമായിട്ട് കണ്ടതാണ്. മിനിയാന്നാണ് ഉണ്ടായതല്ലേ? മിനിഞ്ഞാന്നാണ്. ക്രൂരമായ മർദ്ദനമായിട്ടിരുന്നു വലിയ രീതിയിൽ. എൻ്റെ പേര് ബാബു, ഇവിടെ നിയുക്ത മെമ്പറാണ്. ഇന്നലെയായിരുന്നു അതിൻ്റെ മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ പങ്കെടുത്ത ആളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് മുറിവുകളുണ്ട്. ഇല്ല, ഞങ്ങള് തൊഴിലുറപ്പിന് പോയി. തൊഴിലുറപ്പിന് 3 കല്ല് കൊണ്ടുവന്നു. ഞങ്ങളൊക്കെ പേടിച്ചിട്ട് അങ്ങോട്ട് മാറി നിന്നു. പിന്നെ ഒരു പേപ്പർ, ഫോൺ നമ്പർ കണ്ടില്ല, ഒരു പേപ്പർ കണ്ടു. നമ്മളില്ല, ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് വരികയായിരുന്നു. നമുക്ക് സംഭവം അറിയില്ല. പക്ഷെ ഈ വ്യക്തിനെ ഒരു 2 ആഴ്ചൻ്റെ മുന്നേ ആലാമരത്ത് വെച്ചിട്ട് ഈ വ്യക്തി 2 ആഴ്ചന് മുന്നേ ഈ വ്യക്തി വന്നിട്ട് ആലാമരത്ത് വന്നിട്ട് അവിടെ വന്നിട്ട് എന്തിനാണോ ഇവനെ പിടിച്ച് അടിക്കണമെന്നറിയില്ല, കുറച്ച് ആൾക്കാരും കൂടി തല്ലിന് കണ്ടു. അപ്പം ഞങ്ങൾ ബെമ്മലിൽ ജോലിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് എൻ്റെ ഭർത്താവും വിളിച്ചിട്ട് വരുന്ന സമയത്ത് അയ്യോ പാവം തല്ലിനല്ലോ. പക്ഷെ അവർ പല ഭാഗത്തും ഇതുപോലെ കയറിയിട്ടുണ്ട്. ചില ആൾക്കാരുടെ വീട്ടിൻ്റെ സൈഡ് പോയി നിന്നിട്ട്, രാത്രി പോയി നിന്നിട്ട്, അപ്പോൾ അവർ വന്ന് എന്താ നീ ഇവിടെ വന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണ് വീണു, അങ്ങനെയൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. ഈ വീണ് പറയുമ്പോൾ കള്ളനാണ് പറഞ്ഞിട്ട് എല്ലാവരും പിടിച്ചിട്ട് കുറേ ആൾക്കാരെ അവരും പിടിച്ചിട്ട് ഇത് 2 ആഴ്ചന് മുന്നേ അത് ആലാമരത്ത് വെച്ചിട്ടായിരുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആരാന്ന് നമുക്കറിയില്ല. പക്ഷെ മൂപ്പരാണ്. ഇന്നലെ മർദ്ദനം കിട്ടിയ ആൾക്ക് തന്നെയാണ്. കുറെ ആള് ഇവര് അങ്ങനെ പല ഭാഗത്തും പോയി കാണിക്കുന്നുണ്ട്. കുട്ടികൾ ഇവിടെ വന്നപ്പോ കള്ളനാണ് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് സംഭവിച്ചത്. കുറച്ച് ദൂരം മാറിയുള്ള ആളുകളാണോ? അത് അപ്പുറത്താണ്. നമ്മള് വർക്ക് കഴിഞ്ഞ് വരുമ്പോഴേ കാണണം, അല്ലാതെ നമുക്ക് അറിയില്ലല്ലോ. അതാ പറഞ്ഞു. ചേട്ടൻ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്? സംഭവം 2:30 ഇവിടെ ഉണ്ടായിരുന്നു. 2:30. അപ്പൊ ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് പോലീസ് എത്തിയോ? എന്താണ്? പോലീസ് കുറെ കഴിഞ്ഞ 3:30 എത്തി. പോലീസ് ജീപ്പ് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ അപ്പുറത്ത് ജോലി ചെയ്യുന്നേ. ജോലി കഴിഞ്ഞ് വരുമ്പോ കണ്ടില്ല. ഇതേപോലെ കുറച്ച് ആളുണ്ടായിരുന്നു. ജീപ്പ് വരുന്ന കണ്ടപ്പോഴാണ് നോക്കുമ്പോഴാണ് ആൾ മൂപ്പര കൊടുക്കാം. ഭയങ്കര അവശനായിട്ട് കിടക്കായിരുന്നു. അതെങ്ങനെ പൂഞ്ഞിട്ട് എങ്ങനെയാണ് പിന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്? നിങ്ങളാണോ, നാട്ടുകാരാണോ? അതായത് ഇവിടുത്തെ മുൻ മെമ്പർ വിളിച്ചറിയിച്ചതിന്റെ ഭാഗമായിട്ട് സ്വകാര്യ ആംബുലൻസിൽ കയറ്റിയിട്ടാണ് പോയതാണ്. പോലീസാണോ? പോലീസും വന്നില്ല. പോലീസിന്റെ സംരക്ഷണത്തോടു കൂടി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ അവിടെ എത്തിക്കുകയുണ്ടായിരുന്നു. പിന്നീട് ബുധനാഴ്ച കഴിഞ്ഞ് വ്യാഴാഴ്ചയാണ് മരണം സംഭവിക്കുന്നത്, അതോ ബുധനാഴ്ച രാത്രിയാണ്? ബുധനാഴ്ച രാത്രി ഏകദേശം ഒരു 7:30 ബുധനാഴ്ചയാണ് മർദ്ദനമേറ്റത്. ഛത്തീസ്ഗഡ് സ്വദേശി രാം നാരായണന് തുടർന്ന് ആശുപത്രിയിലെത്തി ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. മോഷണക്കുറ്റം ആരോപിച്ചാണ് നാട്ടുകാർ മർദ്ദിച്ചത് എന്നാണ് പറയുന്നത്. ആ ഭാഗങ്ങളിൽ കണ്ടു എന്ന് പറയുന്നു. മോഷണക്കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ആ സാഹചര്യത്തിൽ നാട്ടുകാരൊക്കെ ചേർന്ന് ഉപദ്രവിക്കുകയാണ് ഉണ്ടായത്. ഗൂഗിൾ VS ആണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. ഒപ്പം നാട്ടുകാരും അവരുടെ പ്രതികരണങ്ങൾ നൽകുകയുണ്ടായി.